നമസ്കാരം. കർണാടകയിലെ ഒരു ഗുഹയിൽ ഒരു റഷ്യൻ വനിത 2 പെൺമക്കളോടൊപ്പം വളരെ നാളുകളായി താമസിച്ചതായി ഈയിടെ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ഇതിന്റെ പശ്ചാത്തലം കണ്ടെത്താനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് പോലീസ്. ഈ മാസം 9-നാണ് ഗോവ അതിർത്തിയിലുള്ള ഗോവർണ വനമേഖലയിലെ രാംതീർത്ഥ കുന്നുകൾക്ക് സമീപം പെട്രോളിംഗ് ഏർപ്പെട്ടിരുന്ന പോലീസുകാർ ഇവരെ കണ്ടെത്തിയത്. നീന കുട്ടീന എന്നാണ് ഇവരുടെ പേര്. 40-കാരിയായ ഇവർക്കും 5ഉം 6ഉം വയസ്സുള്ള 2 പെൺമക്കൾക്കും ഇന്ത്യയിൽ താമസിക്കാനുള്ള മതിയായ രേഖകൾ കൈവശമില്ലായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. ബംഗളൂരുവിനടുത്തുള്ള വിദേശികൾക്കായുള്ള തടവറയിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. ഉടൻ തന്നെ ഇവരെ നാട് കടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത്. പ്രമുഖ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കുട്ടീന താനും കുട്ടികളും ഗുഹയിലെ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതായും പ്രകൃതിയുമായി ഒത്തുചേർന്ന് ജീവിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇതിലൂടെ ലഭിച്ചതെന്നുമാണ് വെളിപ്പെടുത്തിയത്. പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന് ജീവിച്ചത് തങ്ങളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്തു എന്നും അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇവരെ കണ്ടെത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടും വന്യമൃഗങ്ങൾ സൈര്യവിഹാരം നടത്തുന്ന ഈ വനമേഖലയിൽ ഇവർ എങ്ങനെയാണ് എത്തിയത് എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. ഇവർ യഥാർത്ഥത്തിൽ ആരാണ്, എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. വിദേശ വിനോദസഞ്ചാരികളുടെ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണിത്. എന്നാൽ ഇവിടെ ധാരാളം പാമ്പുകളുണ്ട്. മണ്ണിടിച്ചിലിനും സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ പോലീസ് പെട്രോളിംഗ് ആരംഭിച്ചത്. ഗുഹയുടെ പുറത്ത് വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. പോലീസ് എത്തിയപ്പോൾ ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പെൺകുട്ടി പുറത്തേക്ക് ഓടി വരികയായിരുന്നു. കുട്ടിയെ പിന്തുടർന്ന് ചെന്ന് പരിശോധിക്കുമ്പോഴാണ് കുട്ടീനെയും മറ്റൊരു കുട്ടിയെയും കണ്ടെത്തിയത്. പോലീസ് പരിശോധന നടത്തിയപ്പോൾ അവരുടെ കൈവശം പ്ലാസ്റ്റിക് മാറ്റുകൾ, വസ്ത്രങ്ങൾ, നൂഡിൽസ് പാക്കറ്റുകൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവ കണ്ടെത്തിയിരുന്നു. ഗുഹ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇവിടെ താമസിക്കുന്നത് അപകടകരമാണെന്ന് പോലീസിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു. വന്യമൃഗങ്ങളും പാമ്പുകളും തങ്ങളുടെ സുഹൃത്തുക്കളാണെന്നാണ് കുട്ടീനെ വാദിച്ചത്. തുടർന്ന് പോലീസ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവരെ നാട് കടത്തുന്ന കാര്യത്തിൽ ചെന്നൈയിലെ റഷ്യൻ കോൺസുലേറ്റുമായും ഡൽഹിയിലെ റഷ്യൻ എംബസിയുമായും അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട്. റഷ്യയിലാണ് താൻ ജനിച്ചതെന്നും 15 വർഷമായി അവിടെ താമസിക്കുന്നില്ലെന്നും കോസ്റ്റാറിക്ക, മലേഷ്യ, ബാലി, തായ്ലാന്റ്, നേപ്പാൾ, യുക്രൈൻ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും കുട്ടീന പറഞ്ഞു. തനിക്ക് 4 മക്കളാണുള്ളതെന്നും മൂത്ത മകൻ ഗോവയിൽ അപകടത്തിൽ മരിച്ചു എന്നുമാണ് അവർ പറയുന്നത്. ചൊവ്വാഴ്ച രാത്രി പെൺകുട്ടികളുടെ പിതാവായ ഡോൺ ഗോഡ്സെനെ കണ്ടെത്തിയതായും അദ്ദേഹം ഒരു ഇസ്രായേലി ബിസിനസ്സുകാരനാണെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ ഇയാൾ പറയുന്നത് കുട്ടീനെ ഗോവയിൽ വെച്ച് തന്നോട് പറയാതെ പോയതാണെന്നും ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ്. ഇവർ ഇന്ത്യയിലേക്ക് എന്നാണ് വന്നതെന്ന കാര്യം ഇനിയും വ്യക്തമല്ല. പല മാധ്യമങ്ങളോടും കുട്ടീനെ പരസ്പര വിരുദ്ധമായ രീതിയിലാണ് സംസാരിച്ചതെന്നുമാണ് ദുരൂഹതയേറുന്നത്.